ഹായ്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ വ്യായാമെല്ലാം കഴിഞ്ഞ് ഓട്ടമെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വിശ്രമിക്കുന്ന. അപ്പോൾ ഞാനിന്നുണ്ടല്ലോ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് രോഗം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പല കാര്യത്തിലെ. ഒന്ന് അമിതമായ ഹോട്ടൽ ഭക്ഷണം, പിന്നെ അമിതമായ ബേക്കറി, പഞ്ചസാരയുടെ ഉപയോഗം, അങ്ങനെ ഒരുപാട് വേണ്ടാത്ത ശീലങ്ങൾ കൊണ്ട് നമ്മൾ രോഗം ഉണ്ടാക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി നല്ലൊരു പനി ഉണ്ടായിന്. അത് ചൊവ്വാഴ്ച മാറിയനെ, മറ്റു ദിവസം കൊണ്ട് മാറിയില്ല. അതിൻ്റെ ഒരു ടിപ്സ് ഉണ്ട്, അത് ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് മൂക്കടപ്പുണ്ടായിനെ. അപ്പോൾ ആ സമയത്ത് ഞാൻ രാത്രി കിടന്ന സമയത്ത് മക്കൾ പൗഡറിനെ കൊണ്ട് ഇങ്ങനെ മുഖത്തിലേക്കും കുറച്ചിങ്ങനെ പാറിനെ. അപ്പോൾ അതെൻ്റെ മൂക്ക് കയറിയ സമയത്ത് എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഈ തൊണ്ടയിലും കൈൻ്റെ ചെറിയൊരു അംശം കയറുമ്പോൾ തന്നെ, കാരണം ആ മൂക്കടപ്പുള്ള സമയത്ത് ഇതിൻ്റെ മണം കൂടി ആകുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടൽ, എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. പറഞ്ഞാൽ എണീച്ച് പുറത്തെല്ലാം വന്ന് എന്നിട്ട് കുറച്ച് ശ്വാസം കഴിച്ചിട്ട് പോയി ലാസ്റ്റ് ഉള്ളിൽ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വെച്ചാൽ ഈ ഫേസ് പൗഡർ ഏറ്റവും ഡേഞ്ചർ സാധനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മൂക്കടപ്പ് കാര്യങ്ങളെല്ലാം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. ആർക്ക്? ചെറിയ കുട്ടികൾക്ക്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ അമ്മമാർക്ക് എന്താ, ഞാൻ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കൺമശിട്ട് കഴിഞ്ഞ് ഈ പൗഡർ ഇങ്ങനെ മറ്റൊരു ബുഷ് എടുത്തിട്ട് ഇങ്ങനെ ഒരു തട്ടലുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ടെ, ഈ ചെറിയ കുട്ടി നമ്മളെപ്പോലെ എണീച്ചടക്കാനോ ഓടുന്ന കയ്യിൽ കിടന്നെടുക്കുന്നത്, അതായത് നിലത്ത് കിടന്ന സമയത്ത് ആ ചെറിയ അന്തരീക്ഷത്തിൽ ഈ പൗഡറിൻ്റെ ഒരു അംശം ഉണ്ടാകുമ്പോൾ വെച്ചാൽ ആ കുട്ടിക്ക് ശ്വാസം മുട്ടും. മനസ്സിലായ? നമ്മളിപ്പോൾ നിന്നതായതുകൊണ്ട്, ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പൗഡർ തട്ടിക്കഴിഞ്ഞാൽ പൊടി താഴേക്ക് അങ്ങ് പോയി, നമുക്ക് അതിൻ്റെ സ്മെൽ അങ്ങനെ കിട്ടില്ല. നേരെ വെച്ചാൽ നമ്മൾ ഈ കിടക്കുന്ന സമയത്തിൽ ഈ പൊടി താഴെ ഒന്നും ഉണ്ടല്ല, നമുക്ക് ഈ പൊടീൻ്റെ ഒരു പടലാണ് ഉണ്ടാവുക, ഈ ഭൂമീൻ്റെ അടിയിൽ ആ ലെവലല്ലേ ഉള്ളത്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെ അവിടെ കട്ടുമ്പോൾ കിടത്തിയിട്ട് പൊടിയെല്ലാം മുഖത്താക്കി നല്ല കൺമശിയൊക്കെ തൊട്ടിട്ട് എന്നിട്ടോ ഓരോന്നിനെ വാലിയിട്ടൊരു മൂടൽ. എത്ര ഭീകരമെന്ന് ചേട്ടാ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ തിങ്കളാഴ്ച ഈ പനിച്ച സമയത്ത്, ഈ മൂക്കടപ്പുള്ള സമയത്ത് ഈ പൊടി ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം മൂക്കടച്ച് ശ്വാസം പിടിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ വായിലേക്ക് കൂടി എടുക്കുന്നത്. ആ സമയത്ത് ഈ പൊടി കൂടിൻ്റെ ഒരു അംശം കൂടി ഉള്ളിൽ കയറുമ്പോൾ ആകെ എന്തോ ഒരു അസ്വസ്ഥതയായിട്ടുള്ളൊരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഭയങ്കര ഭീകരതയാണ്. ഞാൻ ലോകത്തെ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും അത് ശ്വാസം മുട്ടലാണ്. കാരണം ഈ ശ്വാസം മുട്ടൽ രാത്രി ചില സമയത്ത് ഒരു ശ്വാസം മുട്ടലാകുമ്പോൾ നടല്ല, ആ സമയം കയ്യിൽ തോക്കുണ്ടെങ്കിൽ വെടിവെച്ച് മരിച്ചേക്കും, ആത്മഹത്യ ചെയ്തേക്കും. അത്ര ഭീകരമാണ് ശ്വാസം മുട്ടൽ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ ചെറിയ കുട്ടികൾ, പിഞ്ചു കുട്ടികൾക്ക് ചില അസുഖം വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള, അവരുടെ സംസാരിക്കാൻ ഒന്ന് പ്രതികരിക്കാൻ പറ്റാത്ത പ്രായത്തിലുള്ള കുട്ടികൾ, പിന്നെ കുട്ടികൾക്ക് എല്ലാവരും ചെയ്യുന്ന ഇതുപോലെ മുഖത്ത് പൗഡറിട്ട് നല്ല പൗഡറിട്ട് പതപ്പിച്ചിട്ട് അങ്ങനെ പറയാം. കാരണം ആ ബുഷിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ പൊടി ഇങ്ങനെ പാറും, അതെല്ലാം കുട്ടീൻ്റെ മൂക്കിലൊക്കെ കയറും. മൂക്കടപ്പ് വരും, ജലദോഷം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പൗഡർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, പൊടി എന്നുള്ളത് അലർജി തന്നെയാണ്, പൊടി എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, പൊടി എന്നുള്ളത് മൂക്കടപ്പ് ഉണ്ടാകും, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം പൊടി ഉള്ളിൽ കയറുമ്പം അതിനെ പുറത്ത് കളയാൻ വേണ്ടി സ്വാഭാവികമായി മൂക്കിൻ്റെ അകത്ത് ആ ഒരു നീര് വരും, ആ നീരിലൂടെ പൊടി പുറത്തു പോകും, അതിന് ജലദോഷം എന്ന് പറയും. ആ സമയത്ത് മൂക്കടപ്പ് ഉണ്ടാകും. ഇതിനൊക്കെ കാരണം എന്താ? ഈ പൊടിയല്ലേ. അപ്പോൾ ഈ പൊടി എന്ന് പറഞ്ഞാൽ പൗഡർ എന്ന് പറയുന്നത് അത്ര നല്ല സാധനം എന്നല്ല, അത് എന്തൊക്കെയോ കെമിക്കൽ അങ്ങനെ എന്തുള്ള സാധനം എന്നുള്ളതാണ് കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ സാധനമാണ് കുട്ടികളെ മുഖത്ത് തട്ടി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യത്തെ മോന് പൗഡറിൽ ഇട്ട് കൊടുത്തന്നെ, രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടികൾക്ക് പൗഡറിനെ ഞാൻ വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും പറ്റില്ല എന്നിട്ട് ഞാൻ വിട്ടിട്ടില്ല. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം ഞാൻ പറയും, ഒരു കാരണവശാലും പൗഡർ മുഖത്തിട്ട കുട്ടികൾക്ക് രോഗം വരാനുള്ള ഏറ്റവും ചാൻസ് കൂടുതലാണ്, ജലദോഷം വരാനുള്ള ഏറ്റവും ചാൻസ് കൂടുതലാണ്. കാരണം ഈ പൗഡറിനെ കൊണ്ട് ഒരു ഗുണമില്ല. എന്തിനാ ഈ പൗഡർ മുഖത്തിടുന്നത്? ഇതൊന്നുമില്ല, ഈ അമ്മമാർക്ക് കുട്ടികളെ നല്ല സ്റ്റൈലാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൊടിയിടലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളിത് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ള, ഇത് എൻ്റെ ഒരു നിഗമനം മാത്രമാണ്. ഇതിൽ എത്രത്തോളം ശരി എന്നുള്ളത് എനിക്കറിയില്ലെങ്കിലും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് 100% ശരി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഡോക്ടർമാർ അടക്കാൻ എനിക്ക് തോന്നി ഈ ബേബി പൗഡർ മറ്റേതെല്ലാം എഴുതരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. മുമ്പ് ചോദിച്ചാൽ പറയാം നല്ല ബേബി പൗഡർ ഏതാണെന്ന് വെച്ചാൽ ഹിമാലയ നല്ലത് മറ്റേതെല്ലാം പറയലുണ്ട്. സത്യം പറയല്ലോ, കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. പിന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും നമ്മുടെ ജനങ്ങൾക്കില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സംസാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നിയത് ഞാൻ മുന്നേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ഒരുപാട് വൈകിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് അത്ര ശ്രദ്ധിച്ചില്ല. എനിക്കിങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ, ഇങ്ങനെ ശ്രദ്ധ വന്നപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ജനിച്ച് വീണ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ കുട്ടികളും അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയായത് ഈ പൗഡർ
മുഖത്ത് കംപ്ലീറ്റ് ഭാര്യ തേച്ച് എന്നിട്ട് ആ നെറ്റ് വലയിട്ട് അങ്ങ് മൂടിക്കഴിഞ്ഞാൽ ആ വല മൂടിക്കഴിഞ്ഞാലല്ല ശരിക്കും ഫാനിൻ്റെ കാറ്റൊരു ഉള്ളിൽ കയറില്ല. ഒരിക്കൽ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കണം. ഞാനിപ്പോൾ ഒരിക്കൽ ഇതുപോലെ കൊതുകുവല ഈ പുളിസ്റ്ററിൻ്റെ കൊതുകുവല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഓപ്പണായി കിടന്നിട്ട് ഇതിട്ട് മൂടുമ്പോഴത്തേക്ക് എനിക്ക് കിടക്കാൻ കഴിയില്ല. അതിനുള്ളിൽ കാറ്റെത്തുന്നില്ല, ശ്വാസം ശരിക്കും കിട്ടില്ല. ഈ നെറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഒരു തണുത്ത ശ്വാസമില്ല, അത് കിട്ടില്ല, ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഈ നെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പൗഡർ ഇട്ടിട്ട് ആകെ വീർപ്പൂട്ടുക ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കുറേ കുട്ടികൾ അത് ശീലമായിട്ട് അങ്ങനെ പോകുന്ന കുട്ടികളുണ്ടെങ്കിലും ഒരുപാട് കുട്ടികൾ അസ്വസ്ഥതയോടെ കരയുന്ന കുട്ടികളുമുണ്ട്, ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. ഇതന്നെ സ്ഥിരമായിട്ട് ചെയ്തിട്ട് ജലദോഷം പോലുള്ള രോഗം വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണ് പ്രധാനം. പിന്നെ ചെറുതിലേ ഉള്ള ആരോഗ്യമാണ് വലുതായാലവരുണ്ടാവും. അപ്പോൾ ചെറുതിലേ നല്ല ശുദ്ധമായി ശ്വസിച്ച് കുട്ടികൾ വളരട്ടെ. ജലദോഷം മറ്റു കാര്യങ്ങളൊന്നും കുട്ടിക്ക് ചെറുതിലേ ഇല്ലാതിരിക്കട്ടെ. പ്രതിരോധ ശക്തി ചെറുതിലേ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഈ വക കാര്യം ശ്രദ്ധിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്തായാലും തിരുത്തി തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ല കേട്ടോ. ശരി, ഓക്കെ, ബൈ.